മുഖ്യമന്ത്രി ഭക്തനാണെന്ന വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശം വ്യക്തിപരമെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി. പിണറായി വിജയൻ എങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റ് ആണ് എന്ന് തനിക്ക് നേരിട്ടറിയാമെന്നും MA ബേബി പറഞ്ഞു. പിണറായി വിജയൻ എങ്ങനെയാണ് സ്വന്തം ചിന്തയിലും വിശ്വാസങ്ങളിലുമൊക്കെ പുലർത്തുന്ന കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ എന്നുള്ളത് നേരിട്ട് അറിയാവുന്ന ആളുകളിൽ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശന പറഞ്ഞതിനെ അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണമായും അഭിപ്രായമായിട്ടും മാത്രമേ കാണേണ്ടതുള്ളൂ. തന്റെ ലേഖനത്തിന്റെ പരിഭാഷ പാർട്ടി മുഖപത്രം ദേശാഭിമാനി തെറ്റുകളോടെ നൽകിയെന്നും MA ബേബി പറഞ്ഞു. അയ്യപ്പ സംഗമത്തെക്കുറിച്ചുള്ള ദ ഹിന്ദു പത്രത്തിന്റെ ലേഖനത്തിന്റെ പരിഭാഷയിലാണ് ദേശാഭിമാനി തെറ്റുവരുത്തിയത്. വളരെ കാലികമായ ഒരു ഇടപെടലാണ് ദേവസ്വം ബോർഡ് നടത്തിയത് എന്നുള്ളത് ഞാൻ ഹിന്ദുവിൽ തന്നെ അതിനെക്കുറിച്ച് ഞാൻ ചെറിയൊരു കുറിപ്പ് എഴുതിയിരുന്നു. ദേശാഭിമാനി അതിൻ്റെ പരിഭാഷ കുറെ തെറ്റോടുകൂടിയാണെങ്കിലും അതിൻ്റെ പരിഭാഷ ദേശാഭിമാനി വന്നിരുന്നു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, ഇതിൽ മുഖ്യമന്ത്രി ഭക്തനാണ്, അയ്യപ്പ ഭക്തനാണ് എന്നൊക്കെയുള്ള വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശത്തിന് ഇതുവരെ മറ്റ് പ്രതികരണങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. മുഖ്യമന്ത്രി ഉൾപ്പെടെ അതിൽ പ്രതികരിച്ചിട്ടില്ല. MA ബേബി അതിൽ പ്രതികരിക്കുന്നു. ഒപ്പം തന്നെ മറ്റു ചില വിഷയങ്ങളിലും വിവരങ്ങൾ. അനുജ, CPIയുടെ പാർട്ടി കോൺഗ്രസിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് MA ബേബി ചണ്ഡീഗഡിൽ എത്തിയ ഘട്ടത്തിലാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. ഈ ആഗോള അയ്യപ്പ സംഗമ പരിപാടിക്കായി മുഖ്യമന്ത്രിയും വെള്ളാപ്പള്ളി നടേശനും ഒരേ വാഹനത്തിൽ വന്നിറങ്ങുന്നതും തുടർന്ന് മുഖ്യമന്ത്രി ഭക്തനാണ് എന്ന് അദ്ദേഹം നടത്തിയ പരാമർശവും വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കിയെങ്കിലും അതിൽ പാർട്ടി നേതൃത്വം ഇതുവരെ പ്രതികരിച്ചിരുന്നില്ല. എന്നാൽ പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി ഈ വിഷയത്തിൽ വിശദീകരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റ് ആണ് എന്നുള്ളത് തനിക്ക് നേരിട്ട് തന്നെ അറിയാം എന്നുള്ളതാണ്. അതേസമയം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ സ്വന്തം അഭിപ്രായമോ അദ്ദേഹത്തിന്റെ നിരീക്ഷണമോ ആകാം എന്നും ആണ് MA ബേബി ഇക്കാര്യത്തിൽ വിശദീകരിക്കുന്നത്. അതേസമയം ആഗോള അയ്യപ്പ സംഗമം ഒരു സംബന്ധിച്ചുള്ള അത് വിജയമായോ എന്ന് തുടങ്ങിയുള്ള ചർച്ചകളെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ തനിക്ക് കൂടുതലായി ഇക്കാര്യം അന്വേഷിക്കേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ താൻ ഹിന്ദുവിൽ ഒരു കുറിപ്പ് എഴുതിയിരുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. കൂടാതെ പാർട്ടി മുഖപത്രം ഇതെന്നാൽ പരിഭാഷപ്പെടുത്തിയത് ചില തെറ്റുകളോടെയാണ് എന്നും അദ്ദേഹം പരിഹാസ രൂപേണ പറഞ്ഞു. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.